തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രമേയം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചെന്നുമാണ് പ്രമേയത്തിലുള്ളത്. നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ പ്രക്ഷോഭം നടത്താനും യോഗത്തിൽ തീരുമാനമായി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത്ലാലാണ് ചേരുന്നത്. ശരത്ലാൽ, നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ സമീപകാലത്തും കോൺഗ്രസ് ഉയർത്തിയതാണ്. ഇപ്പോൾ ഈ പ്രമേയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, വളരെ നിർണായകമായ വിഷയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷപാതപരമായ തെരഞ്ഞെടുപ്പാണ് നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ നിലപാടിനെതിരെ ജനങ്ങളിലേക്ക് പോകുമെന്നാണ് കോൺഗ്രസിന്റെ CWC പ്രമേയം പറഞ്ഞിരിക്കുന്നത്. ഒരു വോട്ടിംഗ് മെഷീൻ മാത്രമല്ല, മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെട്ടു. ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇന്ന് CWCയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രക്ഷോഭത്തിന് എന്ന രീതിയിലുള്ള ഒരു പ്രമേയമാണ് CWC പാസ്സാക്കിയിരിക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ള സമരമായിരിക്കും, ഏത് തരത്തിലുള്ള നീക്കമായിരിക്കും എന്നത് മറ്റു പാർട്ടികളുടെ ഇന്ത്യ ബ്ലോക്കിലെ സമാന ചിന്താഗതിക്കാരുള്ള പാർട്ടികളുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പൊതുജനാഭിപ്രായം തേടാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതാദ്യമായിട്ടാണ് ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് തന്നെ ആക്രമിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നത്. ഈ വോട്ടിംഗ് മെഷീനെ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആകെ തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി തങ്ങളുടെ പ്രമേയത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തും, ജനങ്ങളിലേക്ക് എത്തി ഇതിനെതിരെ ബോധവൽക്കരണം നടത്തും. ഏത് തരത്തിലുള്ള പ്രക്ഷോഭമാണ് ഇത് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു നിമിഷം ഒന്ന് ഇടപെടുകയാണ്. കാരണം നേരത്തെ EVMുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉന്നയിച്ചിരുന്നത്. എന്നാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ദ വയർ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോഴാണ് ഈ EVM പ്രശ്നങ്ങൾ മാത്രമല്ല, അതല്ലാതെ വോട്ടുകൾ അധികമായി വന്നിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങളുടെ മുനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എത്തുന്നത്. അപ്പോൾ ഈ EVM പ്രശ്നം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള പല നീക്കങ്ങളും രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നത്? അതെ ഗൗതം, കാരണം കോൺഗ്രസ് ഫാക്ട് ഫൈൻഡ് ഹരിയാനയിൽ അയച്ച വിദഗ്ധ സംഘം കണ്ടെത്തിയ കാര്യങ്ങളും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളും അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത്. വോട്ടർ ലിസ്റ്റ് മുതൽ, അല്ലെങ്കിൽ വോട്ട് തള്ളൽ മുതൽ, കൂടുതൽ ആൾക്കാരെ ചേർക്കുന്ന മുതൽ, പോസ്റ്റൽ വോട്ട് മുതൽ തുടങ്ങിയ എല്ലാ രീതിയിലും ക്രമക്കേട് നടന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ഒരു ഫാക്ട് ഫൈൻഡിംഗ് മിഷനിലൂടെ ഇത് തങ്ങൾ കണ്ടെത്തിയെന്നും ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടും ഒന്നിനു പോലും മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നും കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നു. ദീർഘനേരമായ 4.5 മണിക്കൂർ ചർച്ച ചെയ്ത CWC യോഗത്തിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങാതെ നിവൃത്തിയില്ല എന്നാണ് CWC യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞു വെച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേരിട്ടുള്ള ഒരു സമരരംഗത്തിന് കോൺഗ്രസ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. നേരത്തെ VPAT ഉപയോഗിക്കണം, 100% VPAT ഉപയോഗിക്കണമെന്ന് 2018 കോൺഗ്രസ് പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന് പുറമെ തന്നെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം സംസാരിച്ച കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ KC വേണുഗോപാൽ പറഞ്ഞത് 2010 നരേന്ദ്രമോദിയും അതേപോലെ തന്നെ നിതിൻ ഗഡ്കരിയും വോട്ടിംഗ് മെഷീനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണും എന്തുകൊണ്ട് തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് പോയിക്കൂടാ. വോട്ടെടുപ്പ് മാത്രമല്ല, വോട്ടിംഗ് പ്രക്രിയ, അതായത് വോട്ട് ചേർക്കൽ, വോട്ട് തള്ളിക്കൽ, കള്ള വോട്ട് ചേർക്കൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി അട്ടിമറിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. CWC പ്രമേയം ഇതാദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്രയും 60 കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ CWC ചരിത്രത്തെ പരിശോധിച്ചാൽ സ്വാതന്ത്ര്യശേഷം ഇതാദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സമരരംഗത്ത് ഇറങ്ങുമെന്നുള്ള ഒരു പ്രമേയവും CWC പാസ്സാക്കുന്നത്. ഗൗതം.
ശരി, ശരത് ലാൽ, വ്യക്തമാണ് കാര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്നാകെ തന്നെ അട്ടിമറിക്കപ്പെടുന്നു എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. EVM മാത്രമല്ല, പ്രക്രിയയും ഒപ്പം വോട്ട് ചേർക്കലും വോട്ടെണ്ണലും ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രക്രിയയ്ക്കകത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി ഇടപെടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CWC ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.